ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഒരു ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അനീഷിനെയും അനുമോളെയും ഇതുവരെ വിടാൻ ഉദ്ദേശമില്ല. അനീഷ് കുറിച്ച ഒരു വാചകം, അനീഷിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, അതാണ് ഇത്രയധികം വിവാദമായിട്ടുള്ളത്. അനീഷ് അഹങ്കാരിയാണ്, അനീഷ് കള്ളനാണ്, അനീഷ് ഇതുവരെയും അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. അനുമോളുടെ ഫാൻസിനും PR-നും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കുരു പൊട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് അനീഷ് എന്താണ് പറഞ്ഞത്? ഈ ഒരു അവാർഡ് വാങ്ങിച്ചപ്പോൾ അനുമോളുടെ കയ്യിൽ നിന്നാണ് അവാർഡ് വാങ്ങിച്ചത്. ടെലിവിഷൻ കോമഡി താരമായ അനുമോളുടെ കയ്യിൽ നിന്നും ഈ ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നാണ് അവിടെ അനീഷ് പറഞ്ഞിട്ടുള്ളത്. അനുമോളെ അതിനകത്ത് എന്താണ് ആക്ഷേപിച്ചിട്ടുള്ളത്? ടെലിവിഷൻ താരമല്ലേ? ഓ, ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞില്ല, ബിഗ് ബോസ് വിജയ്, ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞില്ല പോലും. ഒട്ടും വിവരവും വിവേകവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അവര് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ അവര് ഒരു ടെലിവിഷൻ താരമായിരുന്നു. ഫ്ലവേഴ്സിൽ ഠമാർപ്പട എന്നൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ടെലിവിഷൻ കോമഡി താരം എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ അഭിസംബോധന ചെയ്തതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുരു പൊട്ടേണ്ടത്? നമ്മളൊരാൾക്ക് ഏത് സ്ഥാനം കൊടുക്കണം, എങ്ങനെ പറയണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്? ബിഗ് ബോസ് വിന്നർ ആയതുകൊണ്ട് ഇനി ബിഗ് ബോസ് വിന്നർ എന്ന് തന്നെ വിളിക്കണം എന്നുണ്ടോ? അതും ഒരു ഷോ തന്നെയല്ലേ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നതും ഒരു ഷോ തന്നെയല്ലേ. അനുമോൾ മുൻപ് എന്തായിരുന്നോ അതാണ് അവിടെ അനീഷ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞതിനെ പോലും എടുത്തിട്ട് ട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ അതിനെ എടുത്തിട്ട് അങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിച്ച് അനീഷിനെ കൊള്ളരുതാത്തവനാക്കുക, അനീഷ് ഇത്രയും ക്രൂരനാണോ എന്നൊക്കെ പറഞ്ഞ് അനുമോള് അനീഷിൽ നിന്നും ഒരുപാട് പീഡനം നേരിടുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ അനീഷ് പറഞ്ഞു ക്യൂട്ട്നെസ് വാരി വിതറുന്നില്ല അത്രേ. അത് സത്യമല്ലേ? ഇപ്പം പെൺകുട്ടികളുടെ പോലെയല്ല പെണ്ണുങ്ങൾ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി കുറച്ച് അങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങൾ സംസാരിക്കുന്നതും അവർ ആ ഒരു ആക്ട് കാണിക്കുന്നതും. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല, അവർ കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെയാണ് അവർ പെരുമാറുന്നത്. അതിലിപ്പോൾ ഇത്ര തെറ്റായിട്ട് കാണുന്ന എന്തിനാ? അനുമോളെ മനഃപൂർവ്വം അടിച്ചു നാക്കുന്നു, അനുമോളെ ഉദ്ദേശിച്ചിട്ടാണ്, ക്യൂട്ട്നെസ് വാരി വിതറുന്നില്ല എന്ന് പറഞ്ഞതുപോലും അനുമോളെ ചൊല്ലിയാണ് എന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ അറങ്ങും പുറകും അങ്ങ് ചെയ്യുവാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അതുപോലെ തന്നെ PR-കളും ഒക്കെ എടുത്ത്. സത്യം പറഞ്ഞാൽ ഒരിക്കലും ബിഗ് ബോസ് വിന്നർ ആകാൻ യോഗ്യതയുള്ള ഒരാളല്ലായിരുന്നു അനുമോള്. എന്ത് പറഞ്ഞാലും മുന്നിൽ നിന്നത് അനീഷ് തന്നെയായിരുന്നു. പക്ഷേ എവിടെയോ അനീഷ് പാളിപ്പോയി. ആ പാളിപ്പോയത് എവിടെയാ? ലാസ്റ്റ് ഘട്ടത്തിൽ അനുമോളോട് ഒരു ലവ് ട്രാക്ക് എടുത്ത് അവിടെ അനീഷ് പാളിപ്പോയി. ആ നിമിഷം ഞാൻ പറഞ്ഞു വീഡിയോയിൽ, അനീഷ് അടിപതറി, അനീഷ് അവിടെ പാളി, അനീഷ് വിജയിക്കാൻ ചാൻസ് വളരെ കുറവായിരുന്നു. ഈ ലവ് ട്രാക്ക് എടുക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഒന്നാമതായി അനീഷ് എത്തുമായിരുന്നു. 100% ഉറപ്പായിരുന്നു ബിഗ് ബോസ് കപ്പ് അനീഷിന് തന്നെയായിരുന്നു. ഇനി അവിടെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കിടയിൽ എന്തെങ്കിലും തരികിട, എന്തെങ്കിലും കളികൾ നടന്നിട്ടില്ലെങ്കിൽ, ജെന്യുവിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് കപ്പ് അനീഷിന് തന്നെയായിരുന്നു. പക്ഷേ അനീഷ് എപ്പോൾ ആ ലവ് ട്രാക്ക് അനുമോളുടെ അടുത്ത് എടുത്തോ അവിടെ തീർന്നു. ആ കപ്പെന്ന് പറയുന്ന ആ ഒരു സ്വപ്നം അവിടെ തീർന്നു. പക്ഷെ അനീഷ് അതൊരു കളിയായിരുന്നു, ഒരിക്കലും ലവ് തോന്നിയിട്ടൊന്നും അല്ല. അനീഷും അവിടെ ഒരു കളി കളിച്ചതാണ്. പക്ഷെ അങ്ങനെ ഒരു കളിയുടെ ആവശ്യം വേണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു പ്രേക്ഷക എന്ന നിലയിൽ അന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ബിഗ് ബോസ് വിന്നർ ആവേണ്ടിയിരുന്ന ഒരാൾ തന്നെയാണ് അനീഷ്. അപ്പൊ ആ അനീഷിനെ ഇത്രയധികം അവഹേളിക്കുകയും അടിച്ചമർത്താൻ നോക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് അനീഷ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു ഗെയിമാണ്. അപ്പൊ അവിടെ മൈൻഡ് ഗെയിം ആണ് വേണ്ടത്. അനീഷ് എടുത്ത ആ ഒരു മൈൻഡ് ഗെയിം അവിടെ ചീറ്റിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മാസങ്ങളായി, അനുമോള് കപ്പും കൊണ്ടുപോയി, അനീഷിന് കപ്പ് കിട്ടിയുമില്ല. പുറത്ത് വന്നപ്പോഴത്തേക്ക് ജനങ്ങളുടെ ആവശ്യപ്രകാരം, ജനങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ കൊടുക്കുകയും അതുപോലെ തന്നെ മൈജി ഒരുപാട് സമ്മാനങ്ങൾ, ഗൃഹോപകരണങ്ങൾ സമ്മാനമായി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അനീഷ് സമ്മാനം വാങ്ങിച്ചെങ്കിൽ അത് അനീഷിന്, അനുമോള് കപ്പ് വാങ്ങിച്ച് സമ്മാനം വാങ്ങിച്ചുവെങ്കിൽ അത് അനുമോൾക്ക്. നമുക്കൊക്കെ എന്ത് കിട്ടാനാ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അനുമോൾ അനീഷ് നല്ല ഒരു കണ്ടന്റ് തന്നെയാണ്. അപ്പൊ നല്ല ഒരു റീച്ച് കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു ഇത്തിരി സംഭവം വീണ് കിട്ടിയപ്പോൾ അതിൽ കയറി പിടിച്ചങ്ങ് തൂങ്ങി, അത്രേ ഉള്ളൂ.